എടാ ഞാൻ തിയറം 3.15 ആണ് പറയാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഓ അതിന് മേലെയോ ആണെന്നുണ്ടെങ്കിൽ, അതായത് മിനിമം വാല്യൂ ഓഫ് എക്സ് 2 വരെ വരാം, അതിൽ താഴത്തേക്ക് പോരുത്. 2ഓ 2ന് മേലെയോ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ലോഗ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് big O of log x, and hence summation n less than or equal to x among called of n integer part of x by n is equal to x log x minus x big O of log x. അതായത് ലോഗ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ, ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2.3 ആണ് എക്സ് എന്നുണ്ടെങ്കിൽ ഞാനത് ഡെസിമൽ പാർട്ട് കളഞ്ഞിട്ട് 2 മാത്രമുള്ളതാണ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ലോഗ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് ആയിരിക്കും എന്നാണ് പറയണത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് തുടങ്ങണത് തന്നെ ഓയിലെ സമ്മേഷൻ ഫോർമുല എന്നാണ്. ഓയിലെ സമ്മേഷൻ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് തിയറം 3.1. അപ്പോൾ ഓയിലെ സമ്മേഷൻ ഫോർമുലയാണ് ഞാൻ ഈ എഴുതിയേക്കണത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓയിലെ സമ്മേഷൻ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, ഇഫ് എഫ് ഹാസ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് എഫ് ഡാഷ് ഓൺ ദ ഇൻ്റർവെൽ വൈ എക്സ്, ദെൻ ഓയിലെ സമ്മേഷൻ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് integral y to x f of t dt plus integral y to x t minus integer part of t f dash of t dt plus f of x integer part of x minus x minus f of y integer part of y minus y. ഇതാണ് ഓയിലെ സമ്മേഷൻ ഫോർമുല അല്ലേ. അപ്പോൾ ഈ ഓയിലെ സമ്മേഷൻ ഫോർമുലയിൽ നമ്മൾ ഈ എഫിനൊക്കെ പകരം ലോഗ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഈ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇത്ര എഴുതിയേക്കണത് ഓയിലെ സമ്മേഷൻ ഫോർമുലയാണ്. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ തൊട്ടാണ്. അപ്പോൾ ഓയിലെ സമ്മേഷൻ ഫോർമുലയിൽ എഫിന് പകരം ലോഗും വൈക്ക് പകരം 1 കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സമ്മേഷൻ 1 ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കണ്ടോ, എഫിന് പകരം എന്താ ലോഗ്. അപ്പോൾ എഫ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും, ലോഗ് എൻ ആവും. ഇൻ്റഗ്രൽ വൈ ടു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 1 ടു എക്സ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലോഗ് ടി ഡി ടി അങ്ങനെ എടുത്ത് എഴുതി, പ്ലസ് ഇൻ്റഗ്രൽ 1 ടു എക്സ് ആവും ഇവിടെ വരുമ്പോൾ ടി മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് ടി അങ്ങനെ തന്നെ എടുത്ത് എഴുതി, എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലോഗ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ വരുമ്പോൾ അത് 1/t ആവും. ലോഗ് ടിയുടെ ഡെറിവേറ്റീവ് 1/t ആണ്. അതുകൊണ്ടാണ് ഇവിടെ താഴെ ഡിവൈഡ് ബൈ ടി വന്നേക്കണത്. അതായത് ടി മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് ടി ഇൻറ്റു 1/t. ആ ഡി ടി അങ്ങനെ തന്നെ എടുത്ത് എഴുതി. എഫ് ഡാഷ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/t ആയതുകൊണ്ടാണ് ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ 1/t ആയിട്ട് വന്നേക്കണത്. പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് മൈനസ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ വരുമ്പോൾ ലോഗ് എക്സ് ആവണം. അതാണ് ഇവിടെ ലോഗ് എക്സ് വന്നേക്കണത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. ഞാനിവിടെ എഴുതിയപ്പോൾ മറിച്ചാണ് എഴുതിയേക്കണത്, എക്സ് മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് എന്നാണ് എഴുതിയേക്കണത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനസിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇട്ടതുകൊണ്ടാണ് എക്സ് മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് എന്ന് വന്നത്. മൈനസിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് പ്ലസ് എക്സ് എന്നാവും അല്ലേ. അത് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ മൈനസ് എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുത്ത് എഴുതിയെന്നല്ല പറഞ്ഞത്, ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്തതുകൊണ്ടാണ് ഇത് അങ്ങാട് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നോടത്ത് ഇവിടെ മൈനസ് വന്നേക്കണത്. ഓക്കെ, പിന്നത്തെ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് വൈ ഇൻറ്റിജർ പാർട്ട് ഓഫ് വൈ മൈനസ് വൈ. എഫ് ഓഫ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് 1 ആണ്. ലോഗ് 1 എന്ന് വെച്ചാൽ 0 ആണ്. അതുകൊണ്ട് ഈ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് 0 ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഇത്. ഓയിലെ സമ്മേഷൻ ഫോർമുലയിൽ എഫിന് വരെ ലോഗും വൈക്ക് വരെ 1 കൊടുത്ത് കിട്ടിയപ്പോൾ ഉള്ള ഇക്വേഷനാണ് ഞാനിവിടെ 1 ആയിട്ട് കൊടുത്തേക്കണത്. അപ്പോൾ എന്ത് കിട്ടി, summation n less than or equal to x log n is equal to integral 1 to x log t dt plus integral 1 to x t minus integer part of t by t dt minus x minus integer part of x log x എന്നായി. ഓക്കെ,
അതിന് ഇക്വേഷൻ 1 കൊടുത്തു. അതായത് ഓയിലെ സമ്മേഷൻ ഫോർമുലയിൽ എഫിന് പകരം ലോഗ് കൊടുത്തിട്ടും വൈക്ക് പകരം 1 കൊടുത്തിട്ടുള്ള ഇക്വേഷനാണ് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 1 ആദ്യത്തെ ടേം ആയിട്ടുള്ളതിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ 2 രീതിക്ക് ചെയ്യാം. എളുപ്പത്തിൽ ഞാൻ ഈ റെഡിങ്ങിൽ എഴുതിയേക്കണതാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന രീതി. അതുകൊണ്ട് ഞാൻ ഇതാണ് പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ യു ഡി വി ഈസ് ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു ആണ്. അപ്പോൾ ഇതിനകത്ത് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് ടിയും ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടിയുമാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യണത്. 2 രീതിയിൽ ചെയ്താലേ ആൻസർ ഒന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് എളുപ്പത്തിൽ പറയാൻ വേണ്ടി പോണത്. യുവിന് പകരം ലോഗ് ടിയും ഡി വിക്ക് പകരം ഡി ടിയും ആണ് കിടക്കണത്. ഓക്കെ, അപ്പോൾ ഞാനതെന്ന് എഴുതി. യു ഈസ് ഈക്വൽ ടു ലോഗ് ടി, ഡി വി എന്ന് പറയുന്നത് ഡി ടി ആണെന്ന് പറഞ്ഞ് എഴുതി. യു എന്ന് പറയുന്നത് ലോഗ് ടി ആണെന്നുണ്ടെങ്കിൽ ഡി ഓഫ് യു, അതായത് ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ടി ആണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക അപ്പുറം ഇപ്പുറം. അപ്പോൾ എന്ത് സംഭവിക്കും? ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1/t എന്ന് വരും. എന്നിട്ട് ആ ഡി ടിന് ഇപ്പുറത്തേക്ക് എടുത്തതാണ് ഈ കണ്ടേക്കണത്. അപ്പോൾ ഡി യു ഈസ് ഈക്വൽ ടു 1/t ഡി ടി എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഡി വി ഈസ് ഈക്വൽ ടു ഡി ടി കണ്ട, ഇവിടുന്ന് നമുക്ക് ഡി വി ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. അതായത് വി ഈക്വൽ ടു ടി ആണെന്നും കിട്ടും. അന്നേരം നമ്മൾ ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. യു എന്താ? ലോഗ് ടി. വി എന്ന് പറഞ്ഞാൽ ടി. അപ്പോൾ ടി ഇൻറ്റു ലോഗ് ടി മൈനസ് ഇൻ്റഗ്രൽ വി ഇൻറ്റു ഡി യു. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി. ടി ഇൻറ്റു 1/t ഡി ടി. ടി ഇൻറ്റു 1/t എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വരും? ടി ഇൻറ്റു 1/t എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് മുകളിലും താഴെയുള്ള ടീനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റില്ലേ? അതായത് ഇവിടെ എഴുതി കാണിച്ചു തരാം. ടി ഇൻറ്റു 1/t എന്നാണ് പറഞ്ഞത്, കട്ടായിപ്പോയി. അപ്പോൾ ഇൻ്റഗ്രലിനുള്ളിൽ എന്താ ഉള്ളൂ? 1dt എന്നാണ് വന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എന്താ വന്നത്? 1dt എന്നാണ് വന്നത്. അപ്പം ഇൻ്റഗ്രൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ടി കിട്ടും. അതാണ് -t എന്ന് വന്നത്. ക്ലിയർ അല്ലേ? അതായത് ടി ഇൻറ്റു ലോഗ് ടി എന്ന് എങ്ങനെ വന്ന്? യു വി. യു എന്ന് വെച്ചാൽ ലോഗ് ടി ആണ്, വി എന്ന് വെച്ചാൽ ടി ആണ്. അപ്പോൾ യു വി എന്ന് പറയുമ്പോൾ ലോഗ് ടി ഇൻറ്റു ടി. ഇൻ്റഗ്രൽ വി ഡി യു. ഇൻ്റഗ്രൽ വി ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയും ഡി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/t ഡി ടി ആണ്. താഴെ മുകളിലുള്ള ടി കട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ 1dt എന്ന് കിട്ടും. അതിൻ്റെ ഇൻ്റഗ്രൽ എടുത്ത് കഴിയുമ്പോൾ ടി ആണെന്ന് മനസ്സിലാവും. അതായത് ഇൻ്റഗ്രൽ 1 du എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ്റഗ്രൽ 1dt എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും? -t എന്നാവും. ഓക്കെ, അതിന് നമ്മളുടെ റേഞ്ച് 1 to x ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടി ലോഗ് ടി -t റേഞ്ച് 1 to x നമ്മൾ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആദ്യം നമ്മൾ സാധാ ചെയ്യണ പോലെ ആദ്യം x ഇട്ട് കൊടുക്കും, പിന്നെ 1 ഇട്ട് കൊടുക്കും. അതായത് ഇവിടെ കാണിച്ചു തരാം. ആദ്യം x ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ x ലോഗ് x, ടിയുടെ സ്ഥാനത്താണ് x ഇട്ട് കൊടുക്കണം, -x. ഓക്കെ, മൈനസ് ഇനി ടിയുടെ സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുക്കണം. 1 ലോഗ് 1 -1 എന്ന് വരും. ലോഗ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയതുകൊണ്ട് ഈ ടേം അങ്ങനെ തന്നെ 0 ആയി പോവും. പിന്നെ -1 എന്ന് പറഞ്ഞുകൊണ്ട് 2 -1 കൊണ്ട് +1 ആവും. അതാണ് ഈ സംഭവം ഇങ്ങനെ കിട്ടണത്. ഇതാണ് ഇതിൻ്റെ ആൻസർ. x log x -x + 1 എന്നുള്ളതാണ് ആൻസർ. കേട്ടോ, അത് ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് തന്നെ കിട്ടും. ചെയ്യാനുള്ള അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയണില്ല. ഇതാണ് ഇത്ര കൂടി എളുപ്പമായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ. ഇനി നമുക്ക് കിട്ടിയതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറയണതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇക്വേഷൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇക്വേഷൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതായിരുന്നു ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ ഇൻ്റഗ്രൽ 1 to x log t dt ഉള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. x log x മൈനസ് x പ്ലസ് 1 എന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. അപ്പം ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എടുത്തെഴുതുവാണ്. ഞാനിവിടെ അതിനെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ടേം അങ്ങോട്ടൊന്ന് ജസ്റ്റ് മാറിയിട്ടാണ് എഴുതിയേക്കണേന്ന് മാത്രമേ ഉള്ളൂ. സെയിം തന്നെ എഴുതിയേക്കണത്. ഇതിനെ മാത്രം മാറ്റി ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എടുത്തെഴുതി. അതാണ് ഇവിടെ. ഇത് അങ്ങനെ തന്നെ എടുത്തെഴുതി. ഇവിടെ ഇതിന് പകരമായിട്ട് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് 1 എഴുതി. പിന്നെ ഈ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്നാക്കി. അതായത് ഈ ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഒ ഓഫ് ലോഗ് എക്സിനേലും ചെറുതായത് കൊണ്ടിട്ട് നമുക്ക് ലോഗ് എക്സിനേലും ചെറുതായതുകൊണ്ട് ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്നുള്ള ഈക്വൽ ടു ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്നുള്ള രീതിക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു ടേം മൊത്തത്തിൽ ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് പോകും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് എഴുതി? ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്ന് എഴുതി ഇവിടെ വന്നപ്പോൾ കണ്ടോ. അപ്പം ഇതിനങ്ങനെ തന്നെ എടുത്തെഴുതി. ഇതെന്നുള്ളതിന് പകരമായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആൻസർ എടുത്തെഴുതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് പോയി. ഇനി ഇവിടെ ഇതെന്തുകൊണ്ടാണ് ചെറുത് വന്നേന്ന് നോക്കാം. ലോഗ് എക്സിനേലും ചെറുതായതുകൊണ്ടാണല്ലോ നമുക്ക് അതിനെ ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റിയത്. എന്തുകൊണ്ടാണ് അത് ചെറുതായി പോയെന്ന് നോക്കാം. എക്സ് മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് എന്നല്ലേ വന്നേക്കണം. ഇഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.3 ആണെന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.3 ആണെന്ന് വിചാരിക്കാം. അപ്പം ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 2.3യുടെ ഇൻറ്റിജർ, അതായത് ആ ഡെസിമൽ പാർട്ട് കഴിഞ്ഞിട്ടുള്ളത് 2. അപ്പോൾ 2.3 മൈനസ് 2 എന്നാണ് വന്നത്. അതായത് 0.3 ഇൻറ്റു ലോഗ് എക്സ് എന്നാണ് വന്നത്. 0.3 ഇൻറ്റു ലോഗ് എക്സ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള ടേമിനെ ചെറുതാക്കിയാണ് ചെയ്യണത്. ലോഗ് എക്സിനെ ഓൾറെഡി ലോഗ് എക്സ് ഞാൻ പറഞ്ഞു ലോഗ് എക്സിനേലും ചെറുതാണെന്നാണ് കാണിക്കേണ്ടത്. ഇവിടെ ലോഗ് എക്സ് എന്താണോ അതിനെ 0.3 വെച്ച് ഇൻറ്റു ചെയ്യുന്ന പറഞ്ഞു കഴിയുമ്പോൾ ചെറുതാക്കാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ലോഗ് എക്സിനേലും ചെറിയൊരു വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ടേമിനെ മൊത്തത്തിൽ ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് ആ ടേമിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്ന് എഴുതി. ഓക്കെ, കണ്ടോ. അതായത് ആദ്യത്തെ ആ ടേമിനെ മാത്രം മാറ്റിയിട്ട് ഇങ്ങനെ വന്ന് ബാക്കി രണ്ടാമത്തെ ടേം അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ബാക്കി ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്നാക്കി എഴുതി. ആ സംഭവം സെയിം സംഭവം പുറത്തേക്ക് എടുത്ത് എഴുതിയതാണ് ഞാൻ. ഇനി ഈ ടേം എന്താന്ന് നോക്കാം. ഈ ടേമിലും നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ടി മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് ടി എന്നാണ് വന്നേക്കണത്. ടി മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡെസിമൽ വാല്യൂ ആയിരിക്കും കിട്ടണത്. ഓക്കെ, അതെന്ത് വന്നു കഴിഞ്ഞാൽ അതായത് ന്യൂമറേറ്ററിൽ ഡെസിമൽ വാല്യൂ ഡിവൈഡ് ബൈ ടി ഡി ടി എന്നാണ് വന്നത്. അപ്പം നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ അതിനേലും ചെറുതായിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/t ബിഗ് ഒ ഓഫ് 1/tനേലും അതായത് 1/t ഡി ടിനേലും ചെറുതാണ് ഇതെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിനെ ബിഗ് ഒ ഓഫ് 1/tയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതായത് ടി മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് ടി. ഇപ്പം ഞാൻ 2.3ൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ 2.3 മൈനസ് 2 എന്നാണ് വന്നത് അല്ലേ. അതായത് ടി മൈനസ് ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുമ്പോൾ 2.3 മൈനസ് 2 എന്നാണ് വന്നത്. മുകളിൽ അപ്പോൾ 0.3 എന്നാണ് വന്നത്. മുകളിൽ 0.3 വരുമ്പോഴാണോ 1 വരുമ്പോഴായിരിക്കും ആ വാല്യൂവിന് മിനിമം വാല്യൂ വന്നത്. 0.3 വരുമ്പോഴായിരിക്കില്ലേ മിനിമം വാല്യൂ വന്നത്. കറക്റ്റ് അല്ലേ? അതിനേലും വലുതായിരിക്കില്ല എന്തായാലും ന്യൂമറേറ്ററിൽ 1 വരുമ്പേ. അതുകൊണ്ടാണ് ടി മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് ടി ഡിവൈഡ് ബൈ ടി ഡി ടി എന്ന് പറയുന്നത് ബിഗ് ഒ ഓഫ് 1/t ഡി ടിയിലേക്ക് പോയത്. അതായത് അതിനേലും വലിയൊരു വാല്യൂ ആണ് 1/t എന്നുള്ളതുകൊണ്ടാണ് ബിഗ് ഒ ഓഫ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ബിഗ് ഒ ഓഫ് ഇതിനകത്തേക്ക് പോയത്.
നമുക്ക് പിന്നൊരു കാര്യം പറയാൻ വേണ്ടി പറ്റും. ഈ 1/t എന്നുള്ളതിന് അതായത് അതിന് 1/tയുടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ലോഗ് ടി, അതായത് ഇൻ്റഗ്രൽ എടുത്ത് കഴിയുമ്പോൾ ലോഗ് ടി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതിനകത്ത് എക്സും 1ഉം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലോഗ് എക്സ് മൈനസ് ലോഗ് 1 എന്ന് വരും. ലോഗ് 1 0 ആയതുകൊണ്ട് ലോഗ് എക്സ് എന്ന് മാത്രമായിട്ട് വരും. അപ്പോൾ ബിഗ് ഒ ഓഫ് ലോഗ് എക്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഈ ടേമും ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് പോയി. ഓൾറെഡി ലാസ്റ്റത്തെ ടേം ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് പോയിട്ടുണ്ടായി. ഇപ്പോൾ ഈ ടേമും ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് പോയി. ക്ലിയർ? പിന്നെ ഇവിടെ ഒരു 1 കിടപ്പുണ്ട്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലോഗ് എക്സിനേലും താഴെ ആയതുകൊണ്ട് ഈ 1ഉം ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് പോകും. അപ്പോൾ ബാലൻസ് ആരുണ്ട്? എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് വരെ ഉണ്ട്. ബാക്കിയൊക്കെ ബിഗ് ഒ ഓഫ് ലോഗ് എക്സിലേക്ക് പോയി. കണ്ട? അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കണ്ടുപിടിക്കാനുള്ള RHS കിട്ടി. നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള RHS കിട്ടി. ഇനി ഇപ്പുറത്തെ ഭാഗമാണോ റെഡിയാക്കേണ്ടത്. അത് എളുപ്പമാണ്. സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സമ്മേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതി 1 തൊട്ട് എക്സ് വരെ എന്നിൻ്റെ വാല്യൂ. അപ്പോൾ ലോഗ് 1 പ്ലസ് ലോഗ് 2 പ്ലസ് അപ് ടു ലോഗ് n, അതായത് സമ്മേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതിയതാണിത്. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈസ് ഈക്വൽ ടു ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് എന്താക്കാം? ലോഗ് 1 × 2 × അപ് ടു എക്സ്, അതായത് ലോഗ് എ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അതൊന്ന് മറിച്ച് ഉപയോഗിച്ചതാണ് ഇവിടെ. ലോഗ് 1 × 2 × അപ് ടു എക്സ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എക്സ് ഫാക്ടോറിയൽ എന്ന് പറയാൻ വേണ്ടി പറ്റുമല്ലോ. അതുകൊണ്ട് എക്സ് ഫാക്ടോറിയൽ, ലോഗ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ LHSും കറക്റ്റായി, RHS നമ്മൾ ഓൾറെഡി കറക്റ്റാക്കിയതുകൊണ്ട് എന്തായി? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫായി. ഇനി അത് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച തിയറം 3.13 എന്ന് നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി പറ്റും. സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലാംഡ ഓഫ് n ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് ബൈ n എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് എക്സ് ഫാക്ടോറിയൽ ആണെന്ന് ഓൾറെഡി 3.13 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിൻ്റെ LHSന് പകരം ഇത് കൊടുത്തു കഴിഞ്ഞാലും വലിയ സീനൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഓക്കെ ആയി. ഇത്രയുള്ളൂ ഈ പ്രൂഫ്.